ബാംഗിൾസിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് ആയിട്ട് ഞാൻ കാണുന്നത് ഇതിന്റെ പ്രൊഡ്യൂസർ ബിജു ഉണ്ണിയാണ്. ബിജു ബാംഗ്ലൂർ ബേസ്ഡ് പ്രൊഡ്യൂസറാണ്. ഒരു ചെറിയൊരു മലയാള സിനിമ ചെയ്യുന്ന പോലെയല്ല, ഒരു വലിയ തമിഴ് സിനിമ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ട എല്ലാ എക്യുപ്മെന്റ്സും തന്ന്, വേണ്ടുന്ന ലൊക്കേഷൻസ് തന്ന് നന്നായി എടുത്തിരിക്കുകയാണ് ബാംഗിൾസിന്റെ ക്യാമറ ദിലീപ് രാമനാണ്. ദിലീപ് രാമന് ഡിഫറെന്റ് ആയിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ള കുറെ ആംഗിൾസ് ഈ സിനിമയിൽ ദിലീപ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന സിനിമയുടെ തിരക്കഥയാണ്. കോക്ടെയിൽ എന്നൊരു വലിയ സിനിമയ്ക്ക് ശേഷം ഒരുപാട് നാൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഇതിന്റെ തിരക്കഥാകൃത്ത് ശ്യാം മേനൻ ഇതിന്റെ കഥ ഒരുക്കുന്നതും എഴുതുന്നതും എല്ലാം. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അടുത്ത കഥയ്ക്ക് വേണ്ടി ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ സിനിമ ബാംഗിൾസ് തീർച്ചയായിട്ടും ആ പ്രേക്ഷകരൊക്കെ തൃപ്തിപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സിനിമയിൽ എന്റെ കഥാപാത്രം ഞാനൊരു ക്യാമറമാൻ വളരെ ലവബിൾ ആയിട്ടൊരു ചെറുപ്പക്കാരനാണ് വിവേക്. പുതിയതായി കല്യാണം കഴിച്ച അദ്ദേഹത്തിന്റെ പത്നിയെ കൊണ്ട് ഒരു ബംഗ്ലാവിൽ എത്തിപ്പെടുകയും ആ ബംഗ്ലാവിന്റെ ചുറ്റുപാട് നടക്കുന്ന ഒരുപാട് കൊലപാതകങ്ങൾ, ആരാണ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ആ എല്ലാ ഡെഡ് ബോഡിയുടെ അടുത്തും വളംപുട്ടുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അങ്ങനെയാണ് ശരിക്കും ബാംഗിൾസ് എന്ന പേരിലേക്ക്. ഈ കൊലപാതകം എങ്ങനെ കണ്ടുപിടിക്കുന്നു, ആരാണ് കൊലപാതകി എന്നൊക്കെയുള്ള ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൊമെന്റ്സ് ആണ് ഈ സിനിമയുടെ പ്രത്യേകത. മാത്രമല്ല ഈ സിനിമയിൽ നല്ലൊരു പ്രണയ കഥ കൂടി ഒളിഞ്ഞു കിടക്കുന്നു. ഈ സിനിമയിൽ പൂനം കൗർ, അർച്ചന കവി, ലിയോണ, അപർണ ബാജ്പേയി തുടങ്ങിയ ആർട്ടിസ്റ്റുകളും തലൈവാസൽ വിജയ് പോലുള്ള സീനിയർ ആർട്ടിസ്റ്റുകളും ഒക്കെ ഉണ്ട് ഈ സിനിമയിൽ.